എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി കുട്ടിക്ക് എങ്ങനെയാണ് അഭിരുചിക്കനുസരിച്ചുള്ള വിഷയം തിരഞ്ഞെടുക്കുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ +1 പ്രവേശന യോഗ്യതയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഷിബു സുകുമാരൻ, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടറിൽ ഒരാളും ഫിസിക്സ് അധ്യാപകനുമാണ്. +1 അഡ്മിഷന് അപേക്ഷിക്കുവാൻ സ്റ്റുഡൻസ് കേരള സിലബസിൽ SSLC പാസ്സായവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഓരോ വിഷയത്തിലും മിനിമം D+ ഗ്രേഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. CBSE, ICSE, TSSLC തുടങ്ങിയ കോഴ്സുകൾ ചെയ്തവർക്ക് മിനിമം മാർക്ക് ഓരോ സബ്ജക്റ്റിനും ജയിക്കാൻ ആവശ്യമായതുണ്ടായിരിക്കണം. അതിൽ തന്നെ CBSE, ICSEക്കാർക്ക് അവർ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂട്ടത്തിൽ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് CBSEക്കാർ അവർക്ക് സയൻസ് ഉൾപ്പെടുന്ന മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ഒപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് പാസ്സായവരായിരിക്കും. ഓപ്പൺ സ്കൂളുകാർക്ക് ഈ +1 അഡ്മിഷന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിരിക്കില്ല. 2026 ജൂൺ 1 15 വയസ്സ് പൂർത്തിയായവരും 20 വയസ്സിൽ കവിയാത്തവരുമായിരിക്കണം +1 അഡ്മിഷന് പ്രവേശനം നേടാനുള്ള യോഗ്യതയുള്ളത്. താങ്ക് യു.